കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവർ പുറത്തിറക്കിയ NeemG എന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷ ആദ്യകാലങ്ങളിൽ വളരെയധികം പ്രശംസ നേടിയ ഒരു പ്രൊഡക്റ്റാണ്. പിന്നീട് വളരെ നെഗറ്റീവായിട്ടുള്ള കുറേ റിവ്യൂസ് വന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിൻ്റെ ഷോറൂമിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നുള്ളത് കണ്ണൂരിലുള്ള ഡീലർഷിപ്പിലാണ്. അവരാണ് നമുക്കിന്ന് ഈ ഓട്ടോറിക്ഷ പരിചയപ്പെടാനുള്ള സൗകര്യം ചെയ്തു തരുന്നത്. ഇതാണ് കേരളത്തിൻ്റെ സ്വന്തം ഇലക്ട്രിക് പ്രോഡക്റ്റ് NeemG. കാഴ്ചയിൽ വളരെ സുന്ദരനാണ്. ബക്കറ്റ് സീറ്റുകളാണ്. ലോ ഫ്ലോർ വോൾവോ ബസ്സിലൊക്കെ കാണുന്ന പോലെ ബക്കറ്റ് സീറ്റുകളും സീറ്റ് ബെൽറ്റും ഉണ്ട്. കൂടാതെ സ്പേഷ്യസ് ആണ്. ഉൾവശമൊക്കെ സ്പേഷ്യസ് ആണ്. സീറ്റുകളൊക്കെ മടക്കാൻ പറ്റും. കൂടുതൽ ലഗേജ് കയറ്റണമെങ്കിൽ സീറ്റുകളൊക്കെ മടക്കി വെക്കാൻ പറ്റും. അതിൻ്റെ ലൈറ്റുകളൊക്കെ LED ആണ്. പിന്നെ ഫോർവേഡ് റിവേഴ്സ് മോഡാണ് ഇതിനകത്തുള്ളത്. അത് കൂടാണ്ട് ഫോർവേഡിൽ തന്നെ ഒരു ഹൈ ഗിയർ കൂടെ ഉണ്ട്, നമുക്ക് കയറ്റൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പേസ് ആണ്. പാസഞ്ചേഴ്സിനായാലും ഡ്രൈവറിനായാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരിക്കാനുള്ളൊരു സൗകര്യം ഇതിനകത്തുണ്ട്. അതുപോലെ ഇതിൻ്റെ വിൻഡ്ഷീൽഡ് വളരെ ചെറുതാണ്, പക്ഷേ എങ്കിലും നല്ല ക്ലിയർ വിഷനാണ് അതിനകത്ത് തരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡുവൽ ഷോക്ക് അബ്സോർബർ ആണ്. സാധാരണ ഓട്ടോറിക്ഷകൾ അത് സിംഗിൾ ആണ് ഉണ്ടാവുക, ഇത് ഡുവൽ ആണ്. അതിൻ്റെ ഒരു കംഫർട്ട് വേറെ തന്നെ ആയിരിക്കും. 2.2 കിലോവാട്ടിൻ്റെ BLDC മോട്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വാട്ടർ പ്രൂഫാണ്. ഇൻഫർമേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു LED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് റേഞ്ചും അതുപോലുള്ള ഇൻഫർമേഷൻസൊക്കെ അറിയാൻ പറ്റും. ചാർജും വെതർ കണ്ടീഷൻസൊക്കെ അറിയാനുള്ള ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ ഈ വണ്ടിയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. നാഷണൽ ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. സൈലൻ്റ് ആണ്. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളെ പോലെ സൈലൻറ്റ് സ്മൂത്ത് ആയിട്ടുള്ള വൈബ്രേഷൻലെസ് ഡ്രൈവാണ്. നമ്മളിപ്പോൾ ഒരു കട്ട് റോഡിലോട്ട് തിരിയാണ്. അങ്ങനെയുള്ള റോഡുകളിൽ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള റോഡുകളിലൊക്കെ ഈ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള റോഡുകളിലൂടെ പോകുന്നത്. ഇതിൻ്റെ സസ്പെൻഷനൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇതിനകത്ത് വൈബ്രേഷൻസ് വളരെ കുറവാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണി തന്നെയാണ്. വണ്ടി ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 55 km/h ആണ്. ഓട്ടോറിക്ഷ സാധാരണ അത്രയും സ്പീഡിൽ പോകേണ്ട ആവശ്യം വരാറില്ല. km വരെ റേഞ്ചാണ് ഇതിൻ്റെ ബേസിക് മോഡലിന് തന്നെ പറയുന്നത്. ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ ഗട്ടറിലൊക്കെ ചാടിയിട്ടൊക്കെയാണ് പോകുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് അറിയാമെന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. എത്രത്തോളം പെർഫോമിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൂടെ പോകുന്നത്. കയറ്റം കയറുന്നില്ല എന്നാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയുന്ന ഒരു നെഗറ്റീവ്. അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മളിപ്പോൾ കയറി പോകുന്നത് സാധാരണ രീതിയിലുള്ളൊരു കയറ്റാണ്. വണ്ടി ഫോർവേഡ് മോഡലാണ് ഉള്ളത്. നമുക്ക് ഓപ്പോസിറ്റായിട്ടൊരു വാഹനം വന്നു. നമ്മൾ ആ കയറ്റത്തിൻ്റെ പകുതിയിൽ വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇതിനകത്ത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉള്ളതുകൊണ്ട് വണ്ടി പുറകോട്ട് പോവില്ല. അതേ സ്ഥലത്ത് നമുക്ക് വീണ്ടും മുന്നോട്ട് തന്നെ പോവാം. പുറകോട്ട് വണ്ടി ഒട്ടും നീങ്ങി പോവില്ല. അപ്പോൾ സാധാരണ കയറ്റങ്ങളൊക്കെ നമ്മൾ നാട്ടിൻപുറത്തുള്ള ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഫോർവേഡ് മോഡിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. പിന്നീട് നമുക്ക് ഹൈ ഗിയർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. വലിയ കയറ്റങ്ങളൊക്കെ കയറണമെങ്കിൽ ഇങ്ങനൊരു ഗിയർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ വണ്ടി ഒന്നുകൂടി കൂടുതൽ പവർഫുൾ ആവും. നമ്മൾ ഹൈ ഗിയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലൂടെ എത്രത്തോളം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല, എങ്കിലും നമ്മൾ മാക്സിമം അത് ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു കയറ്റത്തിൻ്റെ പകുതിയിൽ വെച്ച് നിർത്തി. ഹിൽ ഹോൾഡ് ഉള്ളതുകൊണ്ട് അവിടെ വണ്ടി നിന്നു. അപ്പം ഞാനിതിൻ്റെ പുറത്തുനിന്നുള്ള വിഷ്വലാണ് എടുക്കുന്നത്. വണ്ടി ഒരു കയറ്റത്തിലാണ് നിൽക്കുന്നത്.
അവിടെ നിന്ന് സാധാരണ രീതിയിൽ നമ്മൾ വണ്ടി ആക്സിലേറ്റർ കൊടുത്താൽ അവിടെ നിന്ന് കയറിപ്പോകും. ഒരു കയറ്റമൊക്കെ വളരെ കൂളായിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് കണ്ടാൽ അറിയാൻ പറ്റും. കയറ്റം കയറുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ആ കയറ്റം ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇതിനകത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇല്ല, പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ഹൈഡ്രോളിക് ബ്രേക്സ് ആണ്. അതുകൊണ്ട് കയറ്റം ഇറങ്ങാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ ഓട്ടോറിക്ഷ ശരിക്കും നമ്മുടെ റോഡ് കണ്ടീഷന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് ആണ് ശരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി ഡിസൈനിങ്ങിലുള്ള കുറച്ച് ഫിനിഷിംഗ് ടച്ചുകൾ കുറവുണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ ഫങ്ഷണലി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെൽ ക്രാഫ്റ്റഡ് പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്ങിൽ കൂടി കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസ്, ബോഡി മെറ്റീരിയൽസിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധ പതിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു വൻകിട പ്രൊഡക്റ്റായി മാറുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ സർവീസ് സ്റ്റേഷൻസ് ആയാലും ഷോറൂമോട് കൂടി തന്നെ സർവീസ് സ്റ്റേഷൻസ് ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നീഷ്യൻസും ഉണ്ട്. 4 വേരിയൻറ്റുകളാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. 120 കിലോമീറ്റർ മുതൽ 220 കിലോമീറ്റർ വരെ റേഞ്ച് തരുന്ന 4 മോഡലുകളാണുള്ളത്. ഈ വണ്ടീനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫങ്ഷണലി നല്ല ഉഷാറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിനെക്കുറിച്ച് കേട്ട നെഗറ്റീവ്സ് ഒക്കെ തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊരു നല്ല ഗുഡ് പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്.